ഒരു നീണ്ട കച്ചേരികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിജയലക്ഷ്മി എത്തിയിരിക്കുകയാണ്. വിജയലക്ഷ്മി രാത്രിയാണ് വരുന്ന സമയത്ത് നമ്മുടെ വിജയലക്ഷ്മിയെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ വിജയലക്ഷ്മിക്ക് അറിയാൻ കഴിയുന്നത്. അത് എന്തൊക്കെയായിരിക്കും നമ്മുടെ വിജയലക്ഷ്മിയെ ഇത്രയധികം ഞെട്ടിച്ചിട്ടുള്ള കാര്യം എന്നറിയാനൊക്കെ ആയിട്ട് എല്ലാവരും ആകാംക്ഷയിലായിരിക്കും എന്നറിയാം. അപ്പോൾ അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ വരുണാണെങ്കിൽ നമ്മുടെ രേഖയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള ചതിയെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദ് അടിച്ച് വെളിയിൽ കളയുന്ന ആ ഒരു സമയത്ത് രേഖയ്ക്ക് വാദിക്കാൻ കഴിയും ഗോവിന്ദിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വരുണിന് പൂർവാധികം ശക്തിയോടുകൂടി അവിടെ തന്നെ നിൽക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പുള്ളിക്കാരൻ രേഖയെ അടിമയാക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേഖ വരികയാണ്. പാല് കൊണ്ടുവന്നിട്ട് നമ്മുടെ വരുണിന് കൊടുക്കുകയാണ്. അപ്പോൾ വരുൺ പാല് കുടിച്ചിട്ട് പകുതി രേഖയ്ക്ക് കൊടുക്കുമ്പോൾ രേഖ പറയണം, അയ്യോ എനിക്ക് വേണ്ട വരുണേട്ടാ, ഞാൻ ഈ പാല് കുടിച്ചാൽ ഛർദ്ദിക്കും, അതുകൊണ്ട് ബാക്കിയൊക്കെ വരുണേട്ടൻ കുടിച്ചോളാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ വരുൺ കുടിക്കുകയാണ്. അതിനുശേഷം കയ്യിലിരുന്ന റോസാപ്പൂവ് നമ്മുടെ രേഖയ്ക്ക് വെച്ച് നിട്ടിട്ട്, രേഖയെ ഇത് എൻ്റെ ഹൃദയമാണ്, ഇത് നീ വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രേഖ പറയാണ്, എൻ്റെ വരുണേട്ടാ ഈ ഹൃദയമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്തിരി ശുദ്ധിയും വൃത്തിയൊക്കെ വേണ്ടേ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഹൃദയം വേണ്ട. അപ്പോൾ ഉടനെ വരുൺ ചോദിക്കണം, അതെന്താ രേഖ, നിനക്ക് എന്താ ശുദ്ധിയും വൃത്തിയൊന്നും ഇല്ലേ എന്ന് വെച്ചാൽ വേറെന്തൊക്കെയോ വരുൺ ചോദിക്കണം, എന്താ നിനക്കെന്താ ശുദ്ധിയൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ രേഖ പറയണം, അതല്ല വരുണേട്ടാ, ഞാൻ രാവിലെ തൊട്ട് ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേഖ അവിടെ നിന്ന് മുങ്ങിപ്പോവുകയാണ്. അങ്ങനെ വരുൺ പറയാണ്, നീങ്ങ വാടി എടി രേഖേ, നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുൺ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വരുൺ ഇരുന്ന് പിന്നെ അവസാനം കിടന്ന് പുള്ളിക്കാരൻ അങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ നമ്മുടെ രേഖ മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് രേഖ ഓർക്കുകയാണ്, വരുണേട്ടന് എന്നോട് ഉള്ളത് ആത്മാർത്ഥ സ്നേഹമല്ല, അതുകൊണ്ട് വരുണേട്ടന് എന്നോട് ഒരു തരിമ്പ് സ്നേഹവും ഇല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടാകുന്നുവോ അന്ന് മാത്രമേ ഞാൻ എന്നെ തൊടാൻ നിങ്ങളെ അനുവദിക്കൂ എന്ന് രേഖ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ്. അതിനുശേഷം രേഖ അടുക്കളയിൽ വെച്ച് നമ്മുടെ ഈ പറയുന്ന പാലിനകത്ത് പൊടിയൊക്കെ, അതായത് മയക്ക് പൊടി പൊടിച്ചിരുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ആ ഒരു സംഭവമൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ രേഖ പറയുകയാണ്, തന്നെ പറയുകയാണ്, രേഖയെ ഇനിയാണ് നീ ശരിക്കും നിന്നെ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിലുണ്ടല്ലോ ഇവൻ്റെ കയ്യിൽ നിന്നും ഏത് നിമിഷം വേണമെങ്കിലും ഒരു അക്രമം നിനക്ക് പ്രതീക്ഷിക്കാം, അതുകൊണ്ട് നീ വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കണം എന്നിങ്ങനെ രേഖ സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വിജയലക്ഷ്മിയെ കാണിക്കുകയാണ്. വിജയലക്ഷ്മി കച്ചേരിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ വരികയാണ്. രാത്രിയിൽ അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി വീട്ടിൽ വരികയാണ്. വീട്ടിലേക്ക് വന്ന് വിജയലക്ഷ്മിയുടെ ലഗേജുകളൊക്കെ അകത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വാർഡൻ വിളിക്കുകയാണ്, ജയിലിൽ നിന്ന് നമ്മുടെ വിജയലക്ഷ്മിയെ വിളിക്കുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി കാര്യമൊക്കെ തിരക്കുകയാണ്. അപ്പോൾ വാർഡൻ പറയുകയാണ് നമ്മുടെ വിജയലക്ഷ്മിയോട്, മാഡം പറഞ്ഞത് കാരണം അനാർക്കലിക്ക് ഒരു 2-3 തവണ കോള് വിളിക്കാനായിട്ട് ഞങ്ങളുടെ ഫോൺ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ചോദിക്കുകയാണ്, ആരെയൊക്കെയാണ് അവൾ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വാർഡൻ പറയാണ്, ഫസ്റ്റ് വിളിച്ചത് ഭദ്രനെയും അതുപോലെ തന്നെ രാധികാമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് വിളിച്ചിട്ട് 9 മണിക്ക് ഇവിടെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരാരും തന്നെ വന്നില്ല. പിന്നീട് ലാസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഗോവിന്ദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ വിജയലക്ഷ്മി മനസ്സിലോർക്കുകയാണ്, എന്തിനാണ് അവർ ഗോവിന്ദനെ വിളിക്കുന്നത്, ഗോവിന്ദനെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, ഗോവിന്ദനും അവരും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നുമില്ല, പിന്നെ എന്താണ് അതിൻ്റെ പിന്നിലെന്ന് ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വാർഡൻ പറയുകയാണ്, ഗോവിന്ദനെ വിളിച്ചപ്പോൾ ശരിക്കും ഫോൺ എടുത്തത് അയാളുടെ ഭാര്യ ഗീതാഞ്ജലിയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഭദ്രനോടും ഞാൻ കേട്ടതാണ്, അതായത് വാർഡൻ കേട്ട കാര്യമാണ് വാർഡൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അച്ഛൻ ഭദ്രനോടും നിൻ്റെ രണ്ടാനമ്മയോടുകൂടി, അതായത് രാധികാമ്മയോടും നിലവിലുള്ള നിൻ്റെ അമ്മയോടും പറയണം, ഇതുപോലെ ഞാൻ വിളിച്ചു എന്നുള്ള കാര്യം പറയണം, അതുപോലെ ഗോവിന്ദനോടും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പറയണം എന്ന് മാത്രം പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല ഭദ്രൻ്റെ മോളല്ല അല്ലേ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് വിജയലക്ഷ്മിയോട് വാർഡൻ. അപ്പോൾ നമ്മുടെ വാർഡനോട് നമ്മുടെ വിജയലക്ഷ്മി പറയുകയാണ്, ഇനി ഒരിക്കലും അനാർക്കലി ഫോൺ ചോദിക്കുകയാണെങ്കിൽ വിളിക്കാൻ കൊടുക്കരുത്. അതുമാത്രമല്ല ആരെങ്കിലും വിളിച്ചിട്ട് അനാർക്കലിയുടെ കാര്യം എന്തെങ്കിലും പറയുന്നെങ്കിൽ ഫോൺ കൊടുക്കണ്ട, വിളിച്ച കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് അനാർക്കലി അറിയിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. അങ്ങനെ നമ്മുടെ വാർഡൻ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്യുകയാണ്.
അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിജയലക്ഷ്മി അകത്തേക്ക് കയറിയിട്ട് മുറിക്കകത്തേക്ക് കയറിയിട്ട് വിജയലക്ഷ്മി ഓർക്കുകയാണ്, ഇവൾ എന്തിനായിരിക്കും ഗോവിന്ദനെ വിളിച്ചിട്ടുണ്ടാവുക? ഗോവിന്ദനെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഗോവിന്ദനെ ഒന്ന് വിളിച്ചു നോക്കാം, അപ്പോൾ അറിയാലോ കാര്യം എന്താണെന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് വിളിച്ചാൽ അവരുറങ്ങുകയാണെങ്കിൽ പിന്നെ അതൊരു ശല്യമാവില്ലേ? ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ വിളിക്കേണ്ട, ഇനിയിപ്പോൾ എന്തായാലും നാളെ രാവിലെ വിളിച്ച് കാര്യം തിരക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുകയാണ്. അതേ സമയത്ത് നമ്മുടെ കിഷോറാണെങ്കിൽ കട്ടിലിൽ ഇങ്ങനെ 4 കാലും പറിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ അവർണിക അങ്ങോട്ടേക്ക് വരികയാണ്. അവർണിക നോക്കുമ്പോൾ കാണുന്നത് കിഷോർ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. തൊട്ടടുത്ത് തന്നെ ലാപ്പ് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ പമ്മി പൂച്ചക്കുഞ്ഞിനെ പോലെ വന്നിട്ട് നമ്മുടെ അവർണിക ലാപ്ടോപ്പ് എടുക്കുകയാണ്. എന്നിട്ട് ലാപ്ടോപ്പും കൊണ്ട് മാറിയിരുന്നിട്ട് പതുക്കെ നോക്കുകയാണ്, ലാപ്ടോപ്പ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അവർണിക മനസ്സിൽ പറയുകയാണ്, ഈ ലാപ്ടോപ്പിനുള്ളിലുണ്ട് നമ്മുടെ ഗീതുവിന് ആവശ്യമായിട്ടുള്ള എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പാസ്വേഡ് അറിയില്ലല്ലോ, ഇനിയിപ്പോൾ പാസ്വേഡ് എന്താണെന്നാ ഇവൻ അടിച്ചിട്ടിരിക്കുന്നതെന്ന് അറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർണിക ആലോചിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിഷോറിനെ നോക്കുന്നുണ്ട്, കിഷോർ അനങ്ങുന്നുണ്ടോ എഴുന്നേൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ലാപ്ടോപ്പിൽ നോക്കും, കിഷോറിനെ നോക്കും, ലാപ്ടോപ്പിൽ നോക്കും, കിഷോറിനെ നോക്കും. അങ്ങനെ രണ്ടും കൂടി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവർണിക. അപ്പോൾ ആ സമയത്ത് അവർണികയ്ക്ക് ഒരു ബുദ്ധി തോന്നുകയാണ്, ഒരു പക്ഷേ ഇവൻ്റെ ക്രഷിൻ്റെ പേരാങ്ങനുമാണോ ഇതിനകത്ത് സേവ് ചെയ്തിട്ടിരിക്കുന്നത്? എന്തായാലും അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ലാപ്ടോപ്പ് ഓൺ ആവുകയാണ്, ലോക്കൊക്കെ മാറുകയാണ്. അപ്പോൾ അവർണിക മനസ്സിൽ വിചാരിക്കുന്നു, വൃത്തികെട്ടവൻ, ഇപ്പോഴും അവളുടെ പേരാണല്ലോ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ലാപ്ടോപ്പിൽ നോക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് നിന്നിട്ട് കിഷോർ, അതിനു മുമ്പ് തന്നെ അവർണിക അതിങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കട്ടിലേക്ക് നോക്കുകയാണ്. കട്ടിലിൽ നോക്കുമ്പോൾ കിഷോറിനെ കാണുന്നില്ല. അങ്ങനെ അവർണിക ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ കിഷോറിനെ കാണുന്നില്ല. അങ്ങനെ ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ട് പിന്നിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ കിഷോർ. അപ്പം തന്നെ നമ്മുടെ അവർണികയുടെ കയ്യിൽ നിന്ന് പിടികൂടി ലാപ്ടോപ്പ് സ്വന്തമാക്കുകയാണ് കിഷോർ. അതിനുശേഷം പറയുകയാണ്, എടി നീ എന്നെപ്പറ്റി എന്താണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ വെറും മക്കുണാപ്പനാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? പക്ഷേ നീ ഇത്രയ്ക്ക് ബ്രില്യൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നീ അതിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർണിക പറയണേ, എടാ നിന്നെപ്പോലുള്ളൊരു വൃത്തികെട്ട മൃഗമായി പോയല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകടാ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവർണിക പറയാണ്, നിനക്ക് നാണമില്ലേടാ, ഒരു അന്യ പുരുഷൻ്റെ ഭാര്യയുടെ പേര് ഇപ്പോഴും നിൻ്റെ ഫോണിൽ നിൻ്റെ ലാപ്ടോപ്പിൽ സേവ് ചെയ്തിടാനായിട്ട് പോയി ചത്തൂടെടാ വൃത്തികെട്ടവനെ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ആ സമയത്ത് കിഷോർ പറയാണ്, എടി എനിക്ക് അങ്ങനെ ഗീതാഞ്ജലിയോടെ പ്രത്യേകിച്ച് പ്രണയമൊന്നുമില്ല. ഞാൻ അതിനകത്ത് അതായത് പാസ്വേഡ് ചെയ്തപ്പോഴത്തേക്ക് ഗീതുവിൻ്റെ പേര് ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവളോട് പ്രണയമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അത് ഇപ്പോഴും ഇല്ല, നേരത്തെയും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തെയും അവൾക്ക് എന്നോട് പ്രണയം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ എനിക്ക് അവളോട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവളെ ഒരു ദിവസമെങ്കിലും വേണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അത് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ അവർണികയ്ക്ക് ദേഷ്യം വരികയാണ്. നീ എന്തൊരു മൃഗമാടാ എന്ന് പറഞ്ഞിട്ട് അവർണിക നമ്മുടെ കിഷോറിൻ്റെ ചെകിടത്തൊറ്റൊരടിയങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അടി കൊണ്ടിട്ട് നമ്മുടെ കിഷോറിൻ്റെ മുഖം ഇങ്ങനെ അങ്ങ് ആയിപ്പോവുകയാണ്. അങ്ങനെ എന്ത് ചെയ്തെന്നോ നമ്മുടെ കവളും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അവർണികയുടെ മുന്നിൽ കിഷോർ. എന്നിട്ട് പറഞ്ഞു, എടി നീ എന്നെ അടിച്ചു അല്ലടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണികയെ ആക്രമിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ കിഷോർ. അങ്ങനെ 2 പേരും തമ്മിൽ പിടിവലിയാവുകയാണ്. ഒരു ഗർഭിണിയാണ് എന്നുള്ള പരിഗണന പോലും നമ്മുടെ കിഷോർ നമ്മുടെ അവർണികയ്ക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ പിടിവലിയാവുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അവർണിക കിഷോറിനെ പിടിച്ച് ബെഡിലേക്ക് തള്ളി അങ്ങ് എറിയാണ്, പിടിച്ച് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിഷോർ ബെഡിലേക്ക് മൂക്കും കുത്തി വീഴാണ്. ആ സമയത്തിന് മേശയുടെ ഡ്രോ വലിച്ചു തുറന്ന് അതിനകത്ത് നിന്ന് തോക്കെടുത്ത് ഇങ്ങനെ വെടിവെക്കാനായിട്ട് ഓങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അവർണിക നമ്മുടെ കിഷോറിനെ. അപ്പം തന്നെ കിഷോർ പേടിച്ച് പോവുകയാണ്, പതറിപ്പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവർണിക പറയണം, എടാ വൃത്തികെട്ടവനെ, നിന്നെപ്പോലെ ഒരുത്തം ഭൂമിയിൽ ജീവിക്കാതിരിക്കുന്നതാണ് എല്ലാത്തിനേക്കാളും നല്ലത്. നിന്നെ ഞാൻ കൊല്ലോടാ, നിന്നെ ഞാൻ ചുട്ട് ചാമ്പലാക്കണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ എൻ്റെ കണ്ണും വെട്ടത്തുനിന്ന് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം തന്നെ കിഷോർ പേടിച്ച് പോവുകയാണ്. അങ്ങനെ കിഷോർ മെല്ലെ മെല്ലെ ഇറങ്ങി പതുങ്ങി അങ്ങ് താഴേക്ക് പോവുകയാണ്. അങ്ങനെ താഴേക്ക് കിഷോർ പോകുമ്പോൾ അവർണികയ്ക്ക് നല്ല സങ്കടമാവുകയാണ്. അങ്ങനെ
അങ്ങനെ അവനിക ഓർക്കുകയാണ്, ഈശ്വര ഇത്രയും വൃത്തികെട്ടവനായി പോയല്ലോ ഇവൻ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനൊക്കും എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുകയാണ്, അവന് കാര്യം എങ്ങനെയൊക്കെയാണെങ്കിലും മരണത്തെ അവന് നല്ല പേടിയുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ലാപ്ടോപ്പ് ഒന്ന് കൈക്കലാക്കാൻ എന്ത് ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, ഈ തോക്ക് കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്താം. അപ്പോൾ അവൻ തീർച്ചയായും ലാപ്ടോപ്പ് എന്നെ ഏൽപ്പിക്കും, കാരണം അവന് മരിക്കാൻ പേടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവനൊക്കെ നേരെ താഴേക്ക് തോക്കും കൊണ്ട് ചെല്ലുകയാണ്. തോക്ക് ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പുള്ളിക്കാരത്തി ചെല്ലുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കിഷോറാണെങ്കിൽ ലാപ്ടോപ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവനൊക്കെ ചെന്നിട്ട് ഇങ്ങനെ അടുത്തിങ്ങനെ ഗുണ്ട നിൽക്കുന്ന കണക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കിഷോറിനെ നോക്കിക്കൊണ്ട്. അപ്പോൾ കിഷോർ പറയാണ്, നീ എന്തിനാണ് വന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തായാലും ഗർഭിണിയായ നീ എന്നെ കൊന്നിട്ട് ജയിലിൽ പോവണ്ട. ഇന്നാ നീ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടല്ലേ വന്നത്, ഇതാ ലാപ്ടോപ്പ് തിന്നോ കൊണ്ടുപോയി എന്നും പറഞ്ഞിട്ട് കിഷോർ കൊടുക്കുകയാണ് നമ്മുടെ അവനികയ്ക്ക്. അവനിക അത് മേടിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയണം, സ്വന്തം ഭർത്താവിനെ ഒറ്റ കൊടുത്തിട്ട് നിനക്ക് ഏതോ എവിടെയോ കിടന്ന ഒരുത്തനെയും ഒരുത്തിക്ക് വേണ്ടിയിട്ട് നീ വാദിക്കുകയാണ് അല്ലേടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവനിക പറയണേ, എടാ ഗോവിന്ദ് സാറിനും ഗീതാഞ്ജലിക്കും വേണ്ടിയിട്ട് നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ലടാ, അത്രയ്ക്ക് വൃത്തികെട്ടവനാണ് നീ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ അവനിക ലാപ്ടോപ്പ് മേടിച്ചതിന് ശേഷം നമ്മുടെ കിഷോർ പറയാണ്, എടി നീ ഇനി കൊണ്ടുപോയിക്കോ, ആ ലാപ്ടോപ്പ് എവിടെ വേണേലും കൊണ്ടുപോയിക്കോ. പിന്നെ നീ എത്രയൊക്കെ ചെക്ക് ചെയ്താലും അതിനകത്ത് നിന്ന് ആ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണമേ ഒരിക്കലും ഇനി വെണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ അതിൽ നിന്ന് ക്രോപ്പ് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ആകെ ഡള്ളാവുകയാണ് നമ്മുടെ അവനിക. അവനിക പറയണേ, എടാ വൃത്തികെട്ട മൃഗമേ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലോടാ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് അവനിക പറയണേ, നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് പോടാ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ എൻ്റെ മുന്നിൽ നിന്ന് പോവാൻ എന്നിങ്ങനെ പറയുമ്പോൾ കിഷോർ അവിടെ നിന്ന് നൈസിനങ്ങ് പോവുകയാണ്. കാരണം അവനികയ്ക്ക് ഭ്രാന്ത് പിടിച്ച രീതിയിൽ നിൽക്കുകയാണ് അവനിക എന്നുള്ള കാര്യമൊക്കെ കിഷോറിന് നന്നായിട്ട് അറിയാം. കാരണം അവനിക എന്തും ചെയ്യാൻ മടിക്കാത്ത ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ അവനിക. അതേസമയം ഗീതു ഉറങ്ങുകയാണ്, ഭയങ്കര ഉറക്കം. അപ്പോഴത്തേക്കാണ് അലാറം കേൾക്കുകയാണ്. ഫോണിൽ അലാറം കേൾക്കുമ്പോൾ പുള്ളിക്കാരത്തി ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ്, കണ്ണ് തുറക്കുന്നു. എന്നിട്ട് അടുത്ത് നോക്കുമ്പോൾ ഗോവിന്ദ് അടുത്തില്ല. അപ്പോൾ നമ്മുടെ ഗീതു ചിന്തിക്കുകയാണ്, ഈ കണ്ണേട്ടൻ ഇത്രയും രാവിലെ ഇത് എവിടെയാണ് പോയത്, കണ്ണേട്ടൻ അങ്ങനെ എന്നോട് പറയാതെ ഇങ്ങ് പോകുന്നതല്ലല്ലോ, ഇതെന്താ ഇത് എങ്ങോട്ട് പോയി, ചിലപ്പോൾ യോഗ ചെയ്യാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഗീതു പുറത്തേക്ക് ഇറങ്ങുകയാണ്. നോക്കുമ്പോൾ കാഞ്ചനയെ കാണുകയാണ്. അങ്ങനെ കാഞ്ചനയോട് ചെന്ന് ചോദിക്കുകയാണ്, കാഞ്ചനയൊക്കെ കണ്ണേട്ടൻ യോഗ ചെയ്യുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കാഞ്ചന പറയാണ്, അല്ലേ മാമൻ രാവിലെ പോയി, ഞാൻ മാമൻ പോകുന്നത് കണ്ടു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഗീതു പറയണ, എവിടെ പോയി, അതൊന്നും എനിക്കറിയില്ലേ, കാർ എടുത്ത് പുറത്ത് പോയി, ഗീതുപ്പാപ്പ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഗീതുപ്പാപ്പയുടെ ഫോണിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എടുത്ത് നോക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയണ്. എൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചെന്നോ, കണ്ണേട്ടൻ എന്തിനാ മെസ്സേജ് അയക്കാൻ നിന്നത്, കണ്ണേട്ടൻ എന്താ എന്നോട് വിളിച്ച് പറഞ്ഞാൽ പോരെ, എന്നെ തട്ടി വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അതിന് മെസ്സേജൊക്കെ അയക്കുന്ന എന്തിനാ, അതൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ രാധികാമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ രാധികാമ്മ ചോദിക്കുകയാണ്, കണ്ണൻ എവിടെയാണ് പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗീത് പറയാണ്, എനിക്കറിയത്തില്ല, കണ്ണേട്ടൻ എവിടെയാണ് പോയതെന്നൊന്നും എനിക്കറിയില്ല, കണ്ണേട്ടൻ ഫോണിൽ മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എവിടെയാണ് പോയെന്നൊക്കെ ഉള്ളതിൻ്റെ, ഇനി അതെടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രാധികാമ്മയോട് പറയുകയാണ് നമ്മുടെ ഗീത് പറയണം, പിന്നെ ഇന്നലെ രാത്രിയിലെ ഒരു കൂട്ടർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറയാൻ പറ്റിയില്ല. നിങ്ങളെ കണ്ടത് എന്തായാലും നന്നായി. ആരാ വിളിച്ചത്? അത് മറ്റാരുമല്ല, ആരാണെന്നൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. ഇന്നലെ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ സമയത്തിന് എൻ്റെ കണ്ണേട്ടൻ്റെ ഫോണിലാണ് കോള് വന്നത്, ഞാനെടുത്തപ്പോൾ ഒരു സ്ത്രീയാണ് വിളിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ രാധികമ്മ ചോദിക്കുകയാണ്, സ്ത്രീയോ കണ്ണൻ്റെ ഫോണിലോ പാതിരാത്രി, ഏതാ ആ സ്ത്രീ? അപ്പോൾ ഗീത് പറയണേ, സ്ത്രീ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, അവരാരാണെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ എന്നോട് പറഞ്ഞു എൻ്റെ രേഖാമൂലമുള്ള അമ്മായിയമ്മയോടും എൻ്റെ അച്ഛനോടും അവർ വിളിച്ചു എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ രാധിക ഞെട്ടുകയാണ്. എന്നിട്ട് ഗീത് ചോദിക്കണം, അല്ല എൻ്റെ രേഖാമൂലമുള്ള അമ്മായിയമ്മയെന്ന് പറയുമ്പോൾ അത് രാധികാമ്മയല്ലേ, അപ്പോൾ ശരിക്കും മറ്റൊരു അമ്മായിയമ്മയെ എനിക്ക് ഉണ്ടെന്നല്ലേ ആ വാക്കിനർത്ഥം, രേഖാമൂലമുള്ള അമ്മായിയമ്മ. അപ്പോൾ എനിക്കെന്താ 2 അമ്മായിയമ്മമാരുണ്ടോ, അപ്പോൾ കണ്ണേട്ടൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗീതു. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ കാഞ്ചന ചെന്നിട്ട് പറയണേ, അത് യാറ് മാമി, ഈ രേഖാമൂലമുള്ള അമ്മായിയമ്മ യാറ് മാമി എന്നും പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ കാഞ്ചനയുടെ അടുത്ത് നമ്മുടെ രാധികാമ്മ പറയണേ,
എടി കാഞ്ചനെ, നിനക്ക് അടുക്കളയിൽ വേറെ പണിയില്ലേ, പോയി ചായ എടുക്കടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കാഞ്ചന അവിടെ നിന്ന് മുങ്ങുകയാണ്. അപ്പോൾ ഗീതു പറയാണ്, ആ പറ അമ്മ പറ, ആരാണെന്ന് പറ എന്നും പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും അടിപൊളി എപ്പിസോഡായിരുന്നു. പക്ഷേ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ടൊന്നും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളെ ഉള്ളായിരുന്നു. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കാണുമ്പോൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.